guys, welcome back to my channel. ഇന്നത്തെ ഒരു ഡിഫറെന്റ് വീഡിയോ ആണ് കേട്ടോ. ഡിഫറെന്റ് വീഡിയോ എന്ന് ഉദ്ദേശിച്ചത് ഇതുവരെ ആരും ചെയ്യാത്തതെന്നല്ല, ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എൻ്റെ ചാനലിൽ ഞാൻ ഇങ്ങനത്തെ ചെയ്തിട്ടില്ല. അതായത് ഈറ്റിംഗ് എ പെർട്ടിക്കുലർ കളർ ഓഫ് എ ഫുഡ് ദ കംപ്ലീറ്റ് ഡേ. അപ്പോൾ ഞാനതിൽ അതായത് ഒരു കളർ ഫുഡ് മാത്രം ഒരു കംപ്ലീറ്റ് ഡേ കഴിക്കുക. അപ്പോൾ ഞാനതിൽ ചൂസ് ചെയ്തത് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് കളറല്ല, എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ പിന്നെ ബ്ലാക്ക് ചൂസ് ചെയ്തേക്കാം. അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനുവേണ്ടി ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും വാങ്ങിച്ചു ഒരു ഐറ്റം ഇതിനു വേണ്ടി പ്രത്യേകം വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ സ്ഥിരം കഴിക്കുന്ന ഐറ്റംസിൽ തന്നെ പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നമ്മൾ രാവിലെയാണ്. അപ്പം ആദ്യത്തെ മീലായ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇതിപ്പം റാഗി പൗഡറാണ്. ഇതിപ്പോൾ ആദ്യക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയേക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് പുട്ടുണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ കളർ ബ്ലാക്ക് കളറിൽ വരും എന്നാണ് പൊതുവേ, ഇതുവരെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കുമ്പോൾ ബ്ലാക്ക് കളറിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബ്ലാക്ക് കളറിൽ വന്നില്ലെങ്കിൽ എനിക്ക് ഓൾട്ടർനേറ്റ് ഒരു ജ്യൂസ് ഷേക്ക് പോലെ ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തത് ഇത് കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതെങ്കിലും ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ബ്ലാക്കിൽ വരും കേട്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ മീലായ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ റാഗി പുട്ടാണ് ഉണ്ടാക്കുന്നത് ബ്ലാക്ക് കളറിൽ. ഓക്കെ, ഇതാ കണ്ടില്ലേ, പുട്ടുപൊടി നനച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അത് ഏകദേശം ഒരു ബ്രൗൺ കളറിന് പോലെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ കളർ മാറി കറുപ്പാകും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, പൊടിയുടെ ശരിക്കുള്ള കളർ ഇതാണ് കളറ്. ഇതിനി നനച്ച് കഴിഞ്ഞപ്പം ഈ കളറായി. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ ബ്ലാക്ക് കളർ ആകും എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്കിനി പുട്ടുണ്ടാക്കാം ഇത് വെച്ച്. നന്നായിട്ട് ആവിയൊക്കെ വന്നു, നമുക്കിനി പുട്ടെടുക്കാം. നമ്മൾ പുട്ട് കുത്തിയിട്ടിട്ടുണ്ട്. അത്യാവശ്യം കറുത്ത കളറിൽ തന്നെയാണ്, ഒരു മീലിന് പറ്റിയ കറുത്ത കളറാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ എൻ്റെ കറുത്ത പ്ലേറ്റിലിരിക്കുന്നതുകൊണ്ടാണ് അത്രയും കറുപ്പ് തോന്നാത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, ഞാൻ സ്ഥിരം ഫുഡ് കഴിക്കുന്ന പ്ലേറ്റ് ആണ്. ഈ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തേക്കുന്ന പ്ലേറ്റ് അല്ല. ഓക്കെ, അപ്പോൾ അത് കറുപ്പ് ഓക്കെ ആണല്ലോ അല്ലേ? ഇത്രയും കറുപ്പ് മതി, ഇതിൽ കൂടുതൽ കറുത്ത ഫുഡ് ഉണ്ടാക്കാൻ പാടാണ്. ഓക്കെ, അപ്പം നമുക്ക് അതായത് ഉണ്ടാക്കാൻ പറ്റില്ല ഇതൊന്നുമില്ല. ഇപ്പം കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ കറുത്ത എന്തെങ്കിലുമൊക്കെ സാധനം കിട്ടും. ബട്ട് അതിനേക്കാളും നമുക്ക് പോസിബിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചു. കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു ഐറ്റം, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിന് ഞാൻ പഴമൊന്നും കഴിക്കുന്നില്ല, ഞാൻ കുറച്ച് ശർക്കരപ്പൊടി ഇട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതും കറുപ്പായിക്കോളുമല്ലോ, പഴം എടുത്തു കഴിഞ്ഞാൽ വെളുത്ത കളറായി പോകുമല്ലോ. അപ്പോൾ കുറച്ച് ശർക്കരപ്പൊടിയും ഇതുമാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ ഇതാ സമയം ഉച്ചയ്ക്ക് 1 മണിയായി കേട്ടോ. സാധാരണ ഞാൻ ഒരു സ്നാക്കോ എന്തെങ്കിലും കഴിക്കുന്നതാണ്, അത് ഞാൻ കഴിച്ചില്ല ഇത്തവണ. ഇന്ന് കാരണം എനിക്ക് കുറച്ച് തിരക്കായിരുന്നു. ഇന്നത്തെ വർക്കിംഗ് ഡേ ആണ്, അപ്പോൾ ഓഫീസ് തിരക്കായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ന്യൂഡിൽസാണ്. ഇത് ഇന്നലെ പോയി വാങ്ങിയത്, ഞാൻ പറഞ്ഞില്ല ഒരു ഐറ്റം വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന്. ഇതെന്താ, ചഞ്ചാങ് ന്യൂഡിൽ എന്നാണ് പേര്, ചഞ്ചാങ് ന്യൂഡിൽ. കണ്ടിട്ട് കറുത്ത കളറിലൊക്കെയാണ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇരിക്കുന്നത്. നമുക്ക് ഉണ്ടാക്കി നോക്കാം ഇതെങ്ങനെയാണെന്നുള്ളത്. കറുത്ത കളറിൽ ഇരിക്കുമെന്ന് നോക്കാം, ഇരുന്നില്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും കഴിക്കും. അപ്പോൾ ഇത് ഐറ്റം കഴിച്ചോളൂ. ഓക്കെ, അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി നോക്കാം കറുത്ത കളറാണോ എന്നുള്ളത്. അമ്മ കുക്ക് ചെയ്യട്ടെ? ഇപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കാൻ പോവാണേ. ആദ്യം തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ഇൻസ്ട്രക്ഷൻ പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അയ്യോ, നൂഡിൽസ് തുറന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് ബ്ലാക്ക് കളറൊന്നും അല്ല കേട്ടോ. ഞാനിത് ബ്ലാക്ക് കളർ നൂഡിൽസ് ആണെന്ന് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ബ്ലാക്ക് കളർ അപ്പോൾ ഇത് 5 മിനിറ്റ്സ് ആയി. ഇനി നമുക്കിതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് അടുത്ത സോസ് മിക്സ് ചെയ്യാം.
ഓക്കെ, നമുക്കിനി ഇതിലേക്ക് ഞാൻ വെള്ളം ഊറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ സോസ് ആഡ് ചെയ്യാം. ഇതിന്റെ കളർ ബ്ലാക്ക് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ പിന്നെ ഇതിൽ എന്ത് ബ്ലാക്ക്. ഓക്കെ, ഇതിന്റെ കളർ ബ്ലാക്ക് ആണ്. ലഞ്ച് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് സമയമില്ല, അതുകൊണ്ട് എനിക്ക് അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ ആയിരിക്കും. ഇതാണ് കളർ കേട്ടോ. ഒരു ഡാർക്ക് ബ്ലാക്ക് എന്നൊന്നും ഞാൻ പറയില്ല, ബട്ട് വേണമെങ്കിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറേ കൂടി സോയാ സോസ് ഒക്കെ ആഡ് ചെയ്തത് കറുപ്പിക്കാം. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം കണ്ടില്ലേ, ഒരു കറുത്ത കളറൊക്കെ തന്നെയാണ്. അപ്പം നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. കണ്ടിട്ട് ഇതുപോലെ കറുത്തിന് പിടിച്ച് Okay. ടേസ്റ്റ് നല്ല വെച്ചാൽ കുഴപ്പമില്ല. പ്രദേശം അത്ര ഒരു പ്രശ്നമല്ല. മാഗി പോലെയല്ല, ഭയങ്കര ടേസ്റ്റ് അല്ല. കൊറിയനാണ്, കൊറിയൻ. രസമുണ്ടോ? നല്ല വിശപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്നാക്സ് ഒന്നും കഴിച്ചില്ല. കഴിക്കാൻ സ്നാക്സ് ബ്ലാക്ക് ഉണ്ടായിരുന്നു, എന്നിട്ട് എനിക്ക് കഴിക്കാൻ സമയം കിട്ടിയില്ല. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും കഴിക്കാം, വൈകിട്ടൊക്കെ വിശക്കുമല്ലോ, അന്നേരം കഴിക്കാം. അപ്പം ഞാനിത് ഫിനിഷ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, ഏട്ടൻ കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. നന്നായിട്ടുണ്ടല്ലേ? സാധാരണ നമ്മൾ ഈ മാഗി മധുതൊന്നും ഉണ്ടാക്കുന്ന ടേസ്റ്റ് അല്ല, ഒരു ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ടേസ്റ്റ് പോലെ ഉണ്ട്. അതിന്റെ സോസിന് നല്ലൊരു ഫ്ലേവർ ഉണ്ട്. കൂടുതൽ കഴിക്കുന്നില്ല. ഇല്ല, കഴിച്ചോ. അല്ല, എനിക്ക് കഴിക്കാൻ വേറെ ഏട്ടന് അവിയലും ചോറൊക്കെ ഉണ്ട്. അപ്പം ഏട്ടനും ഇഷ്ടപ്പെട്ടു ടേസ്റ്റ്. ഓക്കെ, അപ്പം നമുക്കിത് കഴിച്ച് തീർക്കാം കേട്ടോ. എന്നിട്ട് സമയം 1:45 സമയം. ഇതിൽ കുറേ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിങ്ങനെ ഉണ്ടോ, കഷ്ണങ്ങളായിട്ട് കിടക്കുന്നുണ്ട്. അതൊക്കെ ഇടയ്ക്ക് വാങ്ങാവുന്നേ ഉള്ളൂ അല്ലേ? ഓക്കെ, കഴിച്ചു തീർക്കട്ടെ. അപ്പോൾ നമ്മുടെ ലഞ്ചും ഏകദേശം ഒരു ബ്ലാക്ക് കളർ ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ബ്ലാക്ക് ഒന്നും അല്ല, ബട്ട് എന്നാലും ഒരു ബ്ലാക്ക് ഫുഡ് കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്കിനി വൈകിട്ട് കാണാം. അപ്പോൾ ഞാൻ എന്തേ കഴിച്ച് കഴിയാറായി. എപ്പോഴാണ് ക്ലോസപ്പ് ഷോട്ട് ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തെ. ഇതാണ് കളറ്. ഇത് ബ്ലാക്ക് അല്ല എന്നൊന്നും പറയരുത്, ബ്ലാക്ക് സോസാണ് ഫുൾ കിടക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ കുറച്ച് ബ്രൈറ്റ് ആയതുകൊണ്ട് അതിന് ഇത്ര ഒരു ഇൻറ്റൻസിറ്റി അറിയുന്നില്ല എന്നുള്ളൂ. ഓക്കെ, ചുണ്ടൊക്കെ കറുത്താണ്. നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനേക്കാളും ഇഷ്ടപ്പെട്ടു ഇത്. രാഗിപ്പുട്ടെങ്കിൽ അത്ര ഇഷ്ടമായില്ല, കഴിക്കാൻ കുറച്ച് പാടായിരുന്നു. ശർക്കരപ്പൊടി കൂട്ടി അല്ല, കറി ഉണ്ടെങ്കിലും അല്ലെ പഴമൊക്കെ കുഴച്ച് കഴിക്കാനാണെങ്കിൽ കുഴപ്പമില്ല. നൂഡിൽസ് ഞാൻ ഇടയ്ക്ക് വാങ്ങിച്ചു കേട്ടോ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. കഴിച്ച് വരുന്നവർ നല്ല ടേസ്റ്റ്.
ഇതാ കഴിച്ചു തീർന്നു. അടിപൊളി, സൂപ്പർ, നല്ല ഇഷ്ടമായി. ചുണ്ടൊക്കെ കറുത്തിരിക്കുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി വൈകിട്ട് കാണാം. അതിന് മുമ്പ് എനിക്കൊരു ദീപാവലി ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തുറന്നു നോക്കാം. രാവിലെ വന്നതാണ്, ഞാനിതുവരെ തുറന്നു നോക്കിയിട്ടില്ല. ജസ്റ്റ് കവർ ഓപ്പൺ, എനിക്ക് അൺബോക്സിങ് ചെയ്യണമായിരുന്നു, ഞാൻ അങ്ങനെ തന്നെ വെച്ചു. അപ്പോൾ അതെന്താണെന്ന് തുറന്നു നോക്കി നിങ്ങളെയും കൂടി കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ദീപാവലി ഗിഫ്റ്റ് വന്നത്. ഇത് ഞാൻ എൻ്റെ ഓണം ഗിഫ്റ്റ് അയച്ചു തന്ന അതേ പേജാണ് കേട്ടോ, അതേ കടയാണ് അയച്ചു തന്നത്. വിഷിംഗ് യു എ ഹാപ്പി ദീപാവലി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഗോൾഡൻ കളറിലാണ്, അതുകൊണ്ട് കാണില്ല. എന്താ നമുക്ക് തുറന്ന് നോക്കാം. ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ദിയ ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ. കൊള്ളാം. എന്താ ഇങ്ങനെ ഈ ഇലക്ട്രിക് ദിയാസ് ആണ് കേട്ടോ. അതിങ്ങനെ നമുക്ക് കത്തിച്ച് തൂക്കിയിടാം. ഇതുണ്ടല്ലോ, ഇത് കത്തിച്ച് നമുക്കിങ്ങനെ ദിവാലി ടൈമിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഡെക്കറേറ്റീവ് ഐറ്റമാണ് ആദ്യത്തത്. പിന്നെ വന്നിരിക്കുന്നത് ഒരു വലിയ ബോക്സാണ്. എന്താണെന്ന് നോക്കണമല്ലോ. ഇതിനൊരു കത്രിക വേണം. ഇതും ക്യൂട്ട് ദിയാസ് തന്നെയാണ് കേട്ടോ. ഇത് മറ്റേ ചിരാതാണിതാ, ഇങ്ങനെ കത്തിച്ച് വയ്ക്കാനുള്ള ചിരാതുകൾ കുറേ ഉണ്ട്. 1 2 3 4 5 6 ഇതുണ്ടല്ലോ, ഒരു ബോക്സ് നിറച്ചുണ്ട്. അത് ഓരോ പാക്കറ്റിലും 2 എണ്ണം വെച്ച്. ഇതാണ് രണ്ടാമത്തെ ഗിഫ്റ്റ്. വെരി സ്വീറ്റ്. അപ്പം നമുക്ക് ദീപാവലി ഡേയിൽ ഇതൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ചിരാതല്ല, നമ്മുടെ നിലവിളക്ക്. കടയുടെ പേര് ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ദുബായിലുള്ളവർക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ ഉണ്ട്. ഇതും അതെ, മറ്റേ ഇങ്ങനെ ലൈറ്റ് വെച്ച് കത്തിക്കുന്ന ടൈപ്പാണ് കേട്ടോ. അത് കത്തിച്ച് കഴിഞ്ഞാൽ ഫുൾ ലൈറ്റ് തെളിഞ്ഞോളും. ഇതാണ് അടുത്തത്. വേറൊരു കുട്ടി സാധനം കൂടെ കാണാണ്ട്, എന്താണെന്ന് നോക്കട്ടെ കേട്ടോ. ഇത് കത്തിക്കാനുള്ള എല്ലാ ദിയാസും. ഓക്കെ, അയ്യോ, കത്തിക്കാനുള്ള എന്താ പറയാ, കത്തിക്കാനുള്ള നൂല്, തിരി കത്തിക്കാനുള്ള തിരി. അപ്പം ഇതാണ് അവരുടെ പേജും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ദുബായിൽ ഉള്ളവർക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യണമെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ലഞ്ച് കഴിഞ്ഞു. ഇനി ഒരു സ്നാക്കിംഗ് ടൈം ഉണ്ട്, ആ സമയത്ത് കാണാം. എനിക്ക് മധുരം കഴിക്കാൻ തോന്നുമ്പം ഞാൻ എന്താ കഴിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം സമയം 3 മണിയാട്ടോ. ഈ സമയത്ത് എന്തെങ്കിലും മധുരമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കും. ഞാൻ ആദ്യം ഓറിയോ ബിസ്ക്കറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് പിന്നെ ഞാൻ വെച്ച് കൊടുത്തിട്ട് ഹെൽത്തി ആക്കാമെന്ന്. അപ്പോൾ ഇത് പ്രൂൺസ് ആണ്. പ്രൂൺസ് എന്നാൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കട്ടെ. ഒരു തരം ഡ്രൈ ഫ്രൂട്ടാണ്. ഓക്കെ, നമ്മുടെ ഡേറ്റ്സ് ഒക്കെ പോലെ തന്നെ, പക്ഷേ വേറൊരു ഫ്ലേവറാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ധാരാളം കഴിക്കുമായിരുന്നു ഈ സാധനം. അതിനകത്ത് ഒരു ഈന്തപ്പഴത്തിൻ്റെ ഒക്കെ പോലെ തന്നെ ഒരു കുരു ഉണ്ടാവും. ഭയങ്കര ഹെൽത്തിയാണ്. കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഭയങ്കര നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഇത്രയും പ്രൂൺസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്നാക്ക്. ഇത് കറക്റ്റ് കറുപ്പാട്ടോ. കഴിച്ചുണ്ട്, കയ്യിലൊക്കെ ഇങ്ങനെ ഇട്ടുപിടിക്കും. പറഞ്ഞെന്താ മനസ്സിലാവും. അത് കഴിച്ചു കഴിഞ്ഞാൽ പല്ലിലും കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അതാ ഇങ്ങനൊരു കുരു ഉണ്ടാവും. ഞാൻ അതിന് മുന്നേ കഴിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ ധാരാളം കഴിച്ചിട്ടുള്ള എൻ്റെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിച്ചാൽ നല്ലതാണെന്ന്. അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അന്നാണ് ആദ്യം ഈ പ്രൂൺസ് ഇതെന്താ സാധനം തപ്പി പോയത്. ഇതാ അങ്ങനെ ഒരു കുരുവായിരിക്കും. കുരു കളയാം, എന്നിട്ട് ഫ്രൂട്ട് ഇങ്ങനെ എടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഞാൻ ഫിനിഷ് ചെയ്യണം. വൈകുന്നേരം ചായയുടെ സമയത്ത് കാണാം. ഇതായപ്പോൾ സമയം 5 മണിയായി. എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ എന്നും ഒരു ചായയും എൻ്റെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റും കഴിക്കുന്ന ടൈമാണ്. എന്തായാലും നമുക്കിന്ന് അത് കഴിക്കാൻ പറ്റില്ലല്ലോ, കാരണം നമ്മളത് ബ്ലാക്ക് കളറിലുള്ളത് ഇല്ല എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ബ്ലാക്ക് കോഫി കുടിക്കാമെന്ന്. രാവിലെ ഞാൻ കുടിച്ചതും ഇല്ലായിരുന്നു. ഞാൻ വൈകുന്നേരം ഇത് പ്ലാൻ ചെയ്താണ് രാവിലെ കുടിക്കാണ്ടിരുന്നത്. ഒരു ദിവസം ഒരു ബ്ലാക്ക് കോഫിയെ കുടിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതും ഡേറ്റ്സും ഉണ്ട്. അപ്പോൾ രണ്ടും ബ്ലാക്കാണ്. അപ്പം
നമ്മുടെ വൈകുന്നേരം ചായ ടൈമിൽ അത് കുടിക്കാം. ഓക്കെ, അപ്പൊ ഇനി അതിലേക്ക് കിടക്കാം. നമ്മുടെ കോഫി ടൈം. എപ്പോഴും പറയണമെന്നല്ലോ. ഞാൻ അവിടെ പോയിരുന്ന സമാധാനമായിട്ട് എൻ്റെ കോഫി എടുക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ ഡിന്നറിൻ്റെ ടൈമാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ എന്താ ചെയ്തേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ കറുത്ത കടലയില്ലേ, ആ കടല വേവിച്ച് അതൊരു ഇതുപോലെ ആക്കാനാണ്. ഒരു എന്താ പറയുക, ഈ തേങ്ങയൊക്കെ ഇട്ട് ഒരു തേങ്ങ അല്ലാണ്ട് ഒരു ഫ്രൈ പോലെ ആക്കാനാണ് കേട്ടോ. അതും ഒരു ഷേക്കും കൂടെ കൂടി കുടിക്കാനാണ് പരിപാടി. ഷേക്കല്ല, ഒരു ബ്ലാക്ക് കളർ ജ്യൂസ് എന്ന് പറയാം, അതുകൂടെ കുടിക്കാനാണ് പരിപാടി. അപ്പം അതിൻ്റെ പരിപാടിയിലേക്ക് പോവാം. ഇതാണ് കടല. ഇത് ആയി കഴിയുമ്പോൾ ഒരു കറുത്ത കളറിലായിക്കോളൂ കേട്ടോ. ഇത് നമ്മൾ മുളകും ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കൂടി ചതച്ച് ഫ്രൈ ചെയ്തേക്കണെയാണ്. ഇതിലേക്ക് ഇപ്പോൾ കടല ഇട്ട് കൊടുക്കുക. ഇപ്പൊ നമ്മുടെ ഡിന്നർ ടൈമാണ്. ഡിന്നർ കുക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി ആ കടല ഉണ്ടാക്കി വെച്ചതെന്ന് പറഞ്ഞില്ലേ, ഇതാണ് കടലയുടെ കളറ്. ഇനി ഞാൻ എന്തായാലും വൈറ്റ് പ്ലേറ്റിലിട്ടേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ വൈറ്റ് പ്ലേറ്റിലിടുമ്പോൾ കുറച്ചുകൂടെ ഇതൊരു ബ്ലാക്ക് ആയിട്ട് തോന്നി. ബ്ലാക്കിലിടുമ്പോൾ അത്രയും തോന്നില്ല. അപ്പോൾ ഇത് ഏകദേശം ഒരു ബ്ലാക്ക് കളറൊക്കെയാണ്. ബ്ലാക്ക് ചരയാണല്ലോ ഇത്. അത് പിന്നെ ഒരു ജ്യൂസ് കൂടെ അടിച്ചു കുടിക്കാന്ന് ഓർക്കുന്നേ. ബ്ലാക്ക് ബെറീസ് ഉണ്ട്, ബ്ലാക്ക് ഗ്രേപ്സും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഒരു ജ്യൂസും അടിച്ചു കുടിക്കാം. പിന്നെ അതും ബ്ലാക്ക് ചനയും കഴിക്കാം. യൂഷ്വലി ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഡിന്നറിനും കഴിക്കാറ്. പക്ഷെ ഇതിലിപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്താണ് വേറെ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ജ്യൂസ് അടിക്കാം. അപ്പോൾ ഇതാ കഴിക്കാൻ പോവാണ് കേട്ടോ. അത് കണ്ടില്ലേ, ഇപ്പോൾ വൈറ്റ് പ്ലേറ്റിലിട്ടിപ്പോൾ നല്ല കറുത്ത കളർ പോലെ തോന്നുന്നില്ലേ. ഞാൻ അവിടെ പോയി ഇരുന്ന് കഴിക്കും. അതിന് മുമ്പ് ഒരു ഇത് എടുത്തതാണ്. പിന്നെ ജ്യൂസും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഡിന്നർ. അപ്പോൾ നമ്മളുടെ കംപ്ലീറ്റ് മീൽ കഴിഞ്ഞു. ഈ ദിവസത്തെ എല്ലാം ഓൾമോസ്റ്റ് ഒരു ബ്ലാക്ക് ഫുഡ് കഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം ഒരു കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ഫുഡ് ആയിരുന്നില്ല. ഐ മീൻ എല്ലാം കറക്റ്റ് ബ്ലാക്ക് ആയിരുന്നില്ല. ബട്ട് ഒരു ബ്രൗണിഷ് ബ്ലാക്കിഷ് ആ ഒരു ഇതിലേ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാം ഒരു പരീക്ഷണ വീഡിയോ ആയിരുന്നു കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് കീപ് ലവിങ് മൈ ചാനൽ. സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ യു ടേക്ക് കെയർ. ബൈ.